ഇറാൻ US വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഓർമ്മിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ തുടരണമെന്ന് ഇറാന്റെ ആവശ്യം അംഗീകരിക്കുന്നു. എന്നാൽ ഉപാധികളോടെ ചർച്ചകൾ തുടരാൻ ആവില്ല എന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിലെ തടസ്സങ്ങൾ അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇന്ന് വരെ ഇറാന് US അന്ത്യശാസനവും നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട തന്നെ കൊലപ്പെടുത്തിയാൽ ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. വാക്കുകളിലേക്ക് നമുക്ക് ഐസൺ ജോസിലേക്ക് പോകാം. ഐസൺ, വലിയ ഒരു ട്രംപ് വലിയ ഭീഷണി തന്നെയാണ്, അല്ലെങ്കിൽ വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് നൽകുന്നത്. ഇനിയും അന്ത്യശാസനമൊന്നും നൽകാനാവില്ല, കൂടുതൽ ചർച്ചകൾ കൊണ്ടും ഫലമില്ല. ഇന്ന് ഹോർമുസിലെ, പ്രത്യേകിച്ചും ഹോർമുസിൽ ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹോർമുസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള തടസ്സങ്ങൾ അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്ന്, അതിനുള്ള അവസാന ദിവസം ഇന്നാണ് എന്നുകൂടി ട്രംപ് പറയുകയാണ്. ട്രംപിൻ്റെ വാക്കുകളിൽ നിന്നും അത് കൂടുതൽ കർക്കശമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആദ്യം ആ വാക്കുകളിലേക്ക്, ട്രംപിൻ്റെ വാക്കുകളിലേക്ക്. No, I'm number one on the kill list for Iran. They're lovely people. I'm number one. So I don't know. I can't tell you that, but I don't really care because I'm doing my job and I'm doing it, I hope, better than anybody's ever done it, because we have a country that's hot and really, really successful. But I mention it only because it's on the list. I mean, it came out. There was another list came out yesterday, and I'm number one on. I like being number one on TikTok better, but I'm number one on the list for killing. ഇറാനെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണല്ലോ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഐസൺ ജോസ്. വിനോദ്, ശില്പ, തീർച്ചയായും ഇറാനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നൊരു നിലപാട് വളരെ കൃത്യമായി ട്രംപ് തൻ്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുകയാണ്. ചർച്ചകൾ തുടരാമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ തുടരാം, പക്ഷേ ഉപാധികൾ വെച്ചുള്ള ചർച്ചകൾ, ആ ഉപാധികൾ എന്ന് പറയുന്നത് ഹോർമൂസിലെ ഫീസ് ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഇറാനെ ഫീസ് ലഭ്യമാക്കണമെന്ന നിലപാടുകളൊക്കെയായിരുന്നു. അതൊന്നും അംഗീകരിക്കാനാവില്ല. അത്തരം ഒരു ഉപാധികൾ മുന്നോട്ട് വെച്ചുള്ള ചർച്ചകൾക്കും അനുവദനീയമായ നിലപാടുകൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നുണ്ട്. മാത്രമല്ല, വെടിനിർത്തൽ കാലാവധി പൂർണ്ണമായും അവസാനിച്ചുവെന്നും, അല്ലെങ്കിൽ വെടിനിർത്തൽ പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന ഒരു അന്തിമ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഹോർമൂസിലെ തടസ്സങ്ങൾ നീക്കുന്നതിനെ, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഒഴിവാക്കി സ്വതന്ത്ര കപ്പൽ ഗതാഗതം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള അവസരം ഇന്ന് രാത്രി വരെ നൽകിയിരിക്കുന്നു എന്നും ട്രംപ് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത് വലിയൊരു ആക്രമണത്തിൻ്റെ സൂചനയായി തന്നെ, അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയുടെ സൂചനയായി തന്നെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹോർമൂസിലെ ഇറാൻ്റെ പോർട്ടുകൾ ഉപരോധം ഏർപ്പെടുത്തുന്നത്, നേരത്തെ നമുക്കറിയായിരുന്നു ഇറാനിലെ പോർട്ടുകളെല്ലാം തന്നെ ഉപരോധിക്കുന്നൊരു നീക്കം, ബ്ലോക്കേഡുകൾ ഉണ്ടാക്കുന്നൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു നീക്കവും നടന്നേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട അനുമതി പിൻവലിക്കുകയും മാത്രമല്ല കൂടുതൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള, ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുമെന്നൊരു നിലപാടും ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഏറ്റവും നിർണായകമായൊരു പരാമർശം, അല്പസമയം മുമ്പ് നമ്മൾ കേട്ട പരാമർശം. അതായത് ട്രംപിനെ ആക്രമിക്കുമെന്നൊരു നിലപാട് വളരെ കൃത്യമായി ഒരു സൂചനയായി തന്നെ ലഭിച്ചിരുന്നു അമേരിക്കയ്ക്ക്. അത് ട്രംപ് ഹിറ്റ് ലിസ്റ്റിലാണ് ഇറാൻ്റേത് എന്നാണ് ട്രംപ് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തുർക്കിയിലും അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മൾ കേട്ട വാക്കുകളിലും അദ്ദേഹം ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ഇക്കാര്യം സംബന്ധിച്ചൊരു മുന്നറിയിപ്പും വളരെ കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന് ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളുണ്ട് എന്ന മുന്നറിയിപ്പ് അമേരിക്കയുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏതെങ്കിലും തരത്തിൽ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി ലഭിച്ചിരിക്കും. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെ കൊലപ്പെടുത്തുന്ന, തന്നെ അസാസിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആഘാതത്തിലേക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്കും അല്ലെങ്കിൽ ആക്രമണത്തിലേക്കുമാണ് വഴിവെക്കുക എന്ന് വളരെ കൃത്യമായി തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അത്തരത്തിലൊരു സങ്കീർണ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഖത്തർ, ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെ ഒപ്പുവയ്ക്കപ്പെട്ട, അതായത് US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവയ്ക്കപ്പെട്ട ധാരണ നടപ്പാകുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്നൊരാവശ്യം ഖത്തർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ ഇന്ന് ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയാണ് ഈ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും വെടിനിർത്തൽ ധാരണ പിൻവലിക്കുകയും ചെയ്തൊരവസ്ഥയും ഉണ്ടായത്. അതിസങ്കീർണമായൊരു സാഹചര്യത്തിലൂടെ ഇറാൻ കടന്നു പോകുന്നു. ഇന്ന് ഒരു അന്ത്യശാസനം നിലനിൽക്കുന്നു. ഹോർമൂസിൽ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടോ, 2 ദിവസമായി ഇല്ലാതിരുന്ന ഒരു ആക്രമണം വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടോ, അത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഉയരുന്നത്. ഇറാനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയാണ് ട്രംപ്. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഹോർമുസിലേതടക്കമുള്ള നടപടികൾ ഇന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഇറാൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ തിരിച്ചടി, അതിന്റെ പ്രത്യാഘാതം ഏറെ വലുതാകും.
അതെ എന്നുള്ള നിലയിലാണ് ട്രംപ് വിവരങ്ങൾ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.